വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഒറിഫ്ലെയിം ആപ്പ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ ഒറിഫ്ലെയിം ലോഗിൻ എന്നടിച്ചു കൊടുക്കുക, സൈൻ ഇൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജ് വരും. ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇവിടെ വീണ്ടും സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും ഓൺ ചെയ്തു വരുന്നത്. ഇത് നമ്മളുടെ VIP കസ്റ്റമറിൻ്റെ പേജാണ്. ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് വലത് സൈഡിൽ ബാഗിൻ്റെ അടുത്ത് ഒരു ഹ്യൂമൺ ഐക്കൺ കാണാം. ആ ഹ്യൂമൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഹ്യൂമൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളടുത്ത് നിങ്ങളുടെ മെമ്പർ നമ്പർ ഓർ ഇമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മെമ്പർ നമ്പറും താഴെ നിങ്ങൾക്ക് കിട്ടിയ പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ മെമ്പർ നമ്പറും ഈ ബ്രാൻഡ് പാർട്ണർ ID, മെമ്പർ നമ്പർ ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈനിങ് കൊടുക്കാൻ പോവുകയാണേ. സൈനിങ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടതുഭാഗത്തായിട്ട് 3 ലൈൻസ് കാണാം. ആ ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ കാറ്റലോഗ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ ഓഫേഴ്സുകൾ, പിന്നെ ഓരോ പ്രൊഡക്റ്റും കാറ്റഗറി ബേസ് തിരിച്ചെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി ബേസ് തിരിച്ചിട്ടാണ് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാത്രം മതിയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് സ്കിൻ കെയർ നോക്കാം. മേക്കപ്പ് മാത്രം മതി, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഇനി നിങ്ങൾക്ക് ഓൾ പ്രൊഡക്ട്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാറ്റലോഗ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണാം. അത് നമുക്കവിടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. നമുക്ക് പേരറിയാമെങ്കിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് SP എന്ന് കാണുന്നത് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബെൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബാഗ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് അത് കാർട്ട് ഓപ്ഷനാണ്. അതിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ കാറ്റലോഗ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പുറത്ത് ഷെയർ ഓപ്ഷൻ ഉണ്ട്. അത് ഷെയർ ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് PBS ലിങ്കായിട്ട് നമുക്ക് നമ്മുടെ കാറ്റലോഗ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ കാറ്റലോഗാണ്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മാറ്റി നോക്കുമ്പം നമ്മൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഓൾ പ്രോഡക്ട്സുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റ് മുതൽ എല്ലാ റേറ്റുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. 25% ഓഫർ എന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാൻഡ് പാർട്ട്നേഴ്സിന് ഇതിൽ നിന്ന് വീണ്ടും 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് ഇത് കാണുന്നത് കസ്റ്റമർ റേറ്റ് ആണ്. നമ്മളൊരു ബ്രാൻഡ് പാർട്ട്ണർ ആണെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പം കാറ്റലോഗിൽ കാണുന്നത് കസ്റ്റമർ റേറ്റ് ആണ്, മറക്കണ്ട. ഇത് നമ്മൾ ബാഗിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 20% ഡിസ്കൗണ്ടിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ നോക്കാവേ, ദ വണ്ണിൻ്റെ ലിപ് സ്പായാണിത്. അവിടെ ആ പ്രൊഡക്റ്റിൻ്റെ വില എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ട്? 599 രൂപയാണ് അതിൻ്റെ കസ്റ്റമർ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ഇനി ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ PBS ലിങ്ക് വഴി മറ്റുള്ളവർ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിന് കിട്ടുന്ന ബിസിനസ് പോയിൻ്റ് അവിടെ 8 BP, അതാണ് ബിസിനസ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ബിസിനസ് പോയിൻ്റ് നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് ആഡ് ആകും. അങ്ങനെ ഒരു മാസം നമ്മൾ മിനിമം 120 ബിസിനസ് പോയിൻറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് പ്ലെൻറ്റി പ്രോഗ്രാം ക്വാളിഫയർ ആണ്. 100 ബിസിനസ് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇൻകം എലിജിബിലിറ്റി, അപ്പോൾ നമ്മൾ മിനിമം 100 BP എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 120 ബിസിനസ് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോർ ബെനിഫിറ്റ്സ്, ഗിഫ്റ്റുകൾ ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് നോക്കാം.
ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കൊരു കൺസീലറാണ്. ഈ കൺസീലറിൻ്റെ വില എന്ന് പറയുന്നത് കസ്റ്റമർ റേറ്റ് 199 രൂപയാണ്. അപ്പം ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് വീണ്ടും 20% ഡിസ്കൗണ്ടിൽ അതുപോലെ ഇതിന് 3 ബിസിനസ് പോയിൻറ്റ്സ് കിട്ടും. ഇങ്ങനെ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ ബാഗിലേക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബിസിനസ് പോയിൻറ്റ്സും ആഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാസം നമുക്ക് 30 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ഒരു 25-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ മാക്സിമം നമ്മളുടെ 100 ബിസിനസ് പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 29-ാം തീയതി ഒക്കെ 30-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും മോർണിംഗ് ആകുമ്പോഴേക്കും നമ്മൾ മസ്റ്റായിട്ട് നമ്മളുടെ 100 ബിസിനസ് പോയിൻറ്റ് മിനിമം കംപ്ലീറ്റ് ചെയ്യണം. 120 ബിസിനസ് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം എലിജിബിലിറ്റിയും അതിൻ്റെ കൂടെ ഗിഫ്റ്റുകളും കൂടെ നമുക്ക് കിട്ടിത്തുടങ്ങും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് ഈ ഒരു കൺസീലറാണ് വേണ്ടതെങ്കിൽ ഈ കൺസീലറിൻ്റെ പുറത്ത് കണ്ടോ ഒരു ബാഗ് ഐക്കൺ കണ്ടോ, ആ ബാഗ് ഐക്കണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാഗ് ഐക്കണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് കളർ ഷെയ്ഡാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇത് കണ്ടോ മേളിലേക്ക് അത് ആഡായി. അപ്പം ആ ബാഗിൽ 1 കാണിച്ചിട്ടുണ്ട്. 1 അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ടെന്നാണ്. വീണ്ടും നമ്മളിങ്ങനെ മറിക്കുന്നു. നമുക്കിവിടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു കാജൽ എടുക്കണമെങ്കിൽ വീണ്ടും ആ ഒരു ബാഗ് ഐക്കണിൽ ഫോട്ടോയുടെ പുറത്തുള്ള ബാഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലുള്ള ബാഗിലേക്ക് ഈ പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് മതിയെങ്കിൽ നമ്മൾ ഓക്കെ, അതിനുശേഷം മുകളിലുള്ള ബാഗ് ഐക്കണിൽ നമ്മുടെ ഏറ്റവും മുകളിലുള്ള ബാഗ് ഐക്കണിൽ നമ്മൾ 2 അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ നമ്മൾ ആഡ് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് മതിയെങ്കിൽ ഗോ ടു ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗോ ടു ബാസ്ക്കറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതാ നമ്മൾ ആഡ് ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഓരോ പ്രോഡക്റ്റിനും എത്ര രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നതെന്നും അതിന് എത്ര ബിസിനസ് പോയിൻ്റ് ആണ് ഉള്ളതെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓൺ കളറിൻ്റെ ആ ഒരു പ്രോഡക്റ്റിന് താഴെ 43,641 എന്നൊക്കെ കൊടുത്തിരിക്കുന്നതുണ്ടോ, അത് ആ പ്രോഡക്റ്റിൻ്റെ കോഡാണ്. ഈ കോഡ് എളുപ്പത്തിൽ അടിച്ചു കൊടുത്ത് നമുക്ക് പ്രോഡക്റ്റ് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പം നമുക്കിവിടെ കാറ്റലോഗ് എന്ന് കണ്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കാറ്റലോഗ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. നമ്മളെല്ലാവരും ഒരു കാറ്റലോഗെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഈ സാനിറ്ററി പാഡൊക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് 190 രൂപയ്ക്കൊക്കെ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റും, ഡിസ്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം നമ്മൾ താഴേക്ക് വരുമ്പം ഏറ്റവും താഴെ ഇടത് സൈഡിലായിട്ട് ആ 2 പ്രോഡക്റ്റിനും കൂടി 797 രൂപയും അതിന് ടോട്ടൽ നമുക്ക് 12 ബിസിനസ് പോയിൻറ്റ്സും കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. നമുക്ക് 2000-ന് മുകളിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാനാണ് ഫ്രീ ഷിപ്പിംഗ്. 2000-ന് താഴേക്ക് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് 50 രൂപ 25 രൂപ അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതിയും എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുമ്പം ഇവിടെ കണ്ടോ ജൂൺ മാസം പ്ലെൻറ്റി പ്രോഗ്രാം ഓഫർ, അതായത് നമുക്ക് എല്ലാ മാസവും ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2999 രൂപ വിലയുള്ള ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, അത്രയും വിലയ്ക്കുള്ള ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് 269 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എനിക്ക് ഈ പ്രാവശ്യം വെറും 269 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഓഫറുകളുണ്ട്. ഇവിടെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഓഫറുകൾ വേണമെങ്കിൽ അതും എടുക്കാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഡെലിവറി ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമുക്ക് ഏത് അഡ്രസ്സിലേക്കാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും അഡ്രസ്സ് ആണെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്രസ്സ് സെലക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്കുള്ള അഡ്രസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇവിടെ. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ മെസ്സേജ് ടു കൊറിയർ എന്നുണ്ട്. ഇവിടെ പ്ലീസ് പ്രൊവൈഡ് ഡോർ ഡെലിവറി എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ട്. UPI ഉണ്ട്, ഡെബിറ്റ് കാർഡ്, വാലറ്റ്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ട്. ഇപ്പം ഞാനിവിടെ UPI ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. UPI സെലക്ട് ചെയ്ത് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുമ്പം എൻ്റെ ഡെലിവറി അഡ്രസ്സ് ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ കൊടുക്കുക. ഓക്കെ, പേ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണിക്കും. ഒന്ന്, നിങ്ങൾ QR കോഡ് അടിച്ച് പേ ചെയ്യുന്നോ, അല്ലെങ്കിൽ ഇവിടെ താഴെ പേ ദോ UPI ID എന്ന് ചോദിക്കുന്നുണ്ട്.
നമുക്ക് 2000-ന് താഴേക്കുള്ള പർച്ചേസിങ്ങിന് മാത്രമേ QR കോഡ് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ QR കോഡ് വെച്ച് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജനറേറ്റ് QR കോഡ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഈ QR കോഡ് ജനറേറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അതായത് നോക്കിക്കോ, ജസ്റ്റ് ജനറേറ്റ് QR കോഡ് എന്ന് കൊടുക്കുമ്പോഴേക്കും ഇവിടെ QR കോഡ് ജനറേറ്റ് ആയി വരും. ഇത് നമ്മൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. നേരെ നമ്മളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു. സ്കാൻ എനി QR കോഡ് കൊടുക്കുന്നു. അപ്ലോഡ് ഫ്രം ഗാലറി കൊടുക്കുന്നു. നമ്മളുടെ QR കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ പേ എന്ന് കൊടുത്തിട്ട് നമ്മളുടെ ഗൂഗിൾ പേയുടെ ഇതുണ്ടല്ലോ, നമ്മുടെ രഹസ്യ നമ്പർ ഉണ്ടല്ലോ, അത് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, ഗൂഗിൾ പേ നമുക്ക് 2000-ന് മുകളിലേക്കുണ്ട്. നമുക്ക് 2000-ന് മുകളിലേക്കുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും QR കോഡ് വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ പേയുടെ UPI ID വെച്ച് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ UPI ID പലർക്കും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മേളിൽ ഇവിടെ എൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കും, പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ UPI ID എന്ന് പറഞ്ഞ് ഇവിടെ മേളിൽ ഷിനി കേളപ്പൻ PK കേളപ്പൻ UPI ID ഷിനി കാടന്മല @OKAXIX എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസോട് കൂടി UPI ID അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്ക് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ UPI ID ആണത്. അപ്പോൾ അത് മൊത്തമായിട്ട് ഷിനി കാടന്മല @OKAXIS ഇത് നിങ്ങളുടെ UPI ID നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമ്മൾ QR കോഡ് ഞാൻ പറഞ്ഞു 2000-ന് മുകളിലേക്ക് ആണെങ്കിൽ QR കോഡ് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ QR കോഡ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2000-ന് താഴേക്ക് ആണെങ്കിൽ മാത്രം QR കോഡ് ജനറേറ്റ് ചെയ്താൽ മതി. 2000-ന് മുകളിലേക്കാണെങ്കിൽ ആ UPI ID എടുക്കുന്നു. ഈ UPI ID ഇവിടെ ഈ കോളത്തിൽ ഇവിടെ കണ്ടോ, പേ ദോ UPI ID ഈ കോളത്തിൽ നമ്മൾ ഷിനി കാടന്മല OKAXIS. അപ്പോൾ നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് മേക്ക് എ പേയ്മെൻറ്റ് കൊടുക്കുക. മേക്ക് എ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ജസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേ നേരെ ഗൂഗിൾ പേയിലേക്കാണ് പോകുന്നത്. ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേയിൻ്റെ അവിടെ ഫ്രണ്ടിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഒറിഫ്ലെയിം എന്ന് വല്ലതും കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു രഹസ്യ നമ്പർ UPI ID അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഗൂഗിൾ പേ വെച്ച് ചെയ്യുന്ന ഓപ്ഷൻസാണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ അവരുടെ UPI അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അവർക്ക് എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഓറിഫ്ലെയിമിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി വരുമാനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം അക്കൗണ്ട് ആഡ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊരു ലെവൽസൊക്കെ കയറുമ്പോഴേക്കും നിങ്ങളുടെ ലീഡറുടെ അടുത്ത് ചോദിച്ച് ആ ഒരു നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. പർച്ചേസിങ് നിങ്ങൾക്ക് ആരുടെ ID വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വരുമാനം മാസം വരണമെങ്കിൽ നിങ്ങളുടെ IDയിലേക്കേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പർച്ചേസിങ് UPI ID മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വെച്ച് വേണമെങ്കിലും പർച്ചേസിങ് ചെയ്യാം. ആരുടെ IDയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യാം, ആരുടെ ബാങ്കിൽ നിന്ന് ചെയ്യാം. ഇനി ബാങ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ പർച്ചേസിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.